അപ്പം ഞങ്ങൾ ഇന്ന് കൊച്ചിയിലെ ആണ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോ പറയുന്നുണ്ട്. ആ വീഡിയോ വരുന്നേ ഉള്ളൂ. ഓൺ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് കൊച്ചിയിലേക്ക് വന്നേക്കുന്നതാണ് അല്ലേ അമ്മേ? അപ്പം ഞങ്ങളിന്ന് ബിസിനസ്സിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്ത്. അപ്പം വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂത്താട്ടോളം എത്താറായി. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ എറണാകുളം പോകുന്നതാട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇത് കൂത്താട്ടോളത്തേക്ക് എത്തുന്നതാണ്. കൂത്താട്ടോളം എത്താറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ പനമ്പള്ളി നഗർ എത്തിക്കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ബാക്കി വീഡിയോ എടുത്തത്. അങ്ങനെ എറണാകുളത്തേക്ക് കടന്നു. അപ്പോൾ ഇതാണ് ബാക്കി വ്യൂ. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഇപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബ്രോഡ്വേയിലേക്കാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഒരാളും കൂടി വരുന്നുണ്ട്. എന്റെ കുഞ്ഞനീറ്റി വരുന്നുണ്ട്. ഞാൻ കുറെ നാള് കൂടി എന്റെ കുഞ്ഞനീറ്റിനെ കാണാൻ പോണേ. പക്ഷെ അവൾ എന്നെ ആന്റി ആന്റി എന്നാട്ടോ വിളിക്കണേ. അപ്പൊ ഞങ്ങൾ കാരണം അവളും ചിപ്പിമോളും ഒരു പ്രായമായതുകൊണ്ട് അവൾ എന്നെ ആന്റി ആന്റി എന്ന് വിളിക്കണേ. പക്ഷെ എന്റെ കുഞ്ഞനീറ്റിയാണ് കേട്ടോ. റിലേഷൻ വെച്ച് അവള് അനിയത്തി, എനിക്ക് മേമയാണ്. പക്ഷെ പ്രായം വെച്ച് ഞങ്ങൾ ഈക്വലാണ്. അപ്പൊ അവള് വരുന്നുണ്ട്. അവള് വന്നു കഴിഞ്ഞിട്ട് അവളെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ. ഞങ്ങളങ്ങനെ ബ്രോഡ്വേയിൽ എത്തിയിട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലു അല്ലു ഹായ്. ഇതാണ് അമ്മ പറഞ്ഞ അമ്മയുടെ അനിയത്തി. ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിതാ ബ്രോഡ്വേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബ്രോഡ്വേ ചെന്നിട്ട് പോയത് മേത്തർ സ്ട്രീറ്റിലേക്കാട്ടോ. മേത്തർ ബസാർ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് മുഴുവൻ മേത്തർ ബസാറിൻ്റെ അകത്തോടെയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ടിൽ, ഞാൻ ബാക്കിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിങ്ങിനായിട്ട്. അതിന് ഞങ്ങൾ ആദ്യത്തെ കടയിൽ കയറി ഈ ഒരു സഞ്ചി മുഴുവൻ സാധനം മേടിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ ഒരു സെറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അടിക്കാൻ പോവാ അല്ലേ അലീനെ? ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ പോവാണ്. ബാക്കി ഇനി അത് കഴിഞ്ഞിട്ടാണ് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഞങ്ങളിതാ സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോണേ. അത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള സിൽക്കണിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോണേ. ലഞ്ച് കഴിക്കാൻ എവിടെയാണ് വന്നേക്കണേ? എവിടെയുള്ള എന്നെ ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിംഗ് നല്ല വ്യൂ ഉള്ള സീറ്റിംഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിംഗ് കേട്ടോ. അമ്മ കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്. അവിടെ ഒരു മുന്തിരി സോഡയുടെ, തണുത്ത മുന്തിരി സോഡയുടെ കട കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോ? എന്നിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് എന്ത് ഷോപ്പിംഗ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത്? അത് ബേസിക്കലി ജ്വല്ലറി ബേസ്ഡ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു ഓൾറെഡി ഒരു പേജ് പോകുന്നുള്ളത്. അതെന്തായാലും 2 പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കയറി ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ കസ്റ്റമൈസ് വർക്കുകൾ തരുന്നതാണ്. അഫോർഡബിൾ റേറ്റിലാണ് ഈ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആക്കി അത് കൂടാണ്ട് കസ്റ്റമൈസ് ചെയ്താണ് വർക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പേജുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് എടുക്കുന്നത്. ജുവയുടെ വേറൊരെണ്ണം കൂടി വരുന്നില്ലേ ഇപ്പൊ പുതിയത്? അതെ, ജുവ കിട്ടും. അപ്പോൾ അത് രണ്ടും ലോഞ്ച് ചെയ്യുമ്പോൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അതിന്റെ വീഡിയോസ് വേറെ സെപ്പറേറ്റ് വരുന്നതാണ്. എന്തായിരുന്നു പരിപാടി രണ്ടാളും?
ഞങ്ങള് ഷോപ്പിങ്ങിന് ഇറങ്ങി കുറെ നാളും കൂടെ കണ്ടു ഈ സാധനം പറ്റിച്ചോണ്ടിരിക്കുക വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്റെ യോഗം എന്താന്ന് വെച്ചാൽ ഇവിടെ വീട്ടിലോട്ട് വരില്ല, പിന്നെ ഇവിടെ എറണാകുളത്ത് ഒന്ന് കാണാമെന്നുള്ളതാണ് എന്റെ യോഗം. എന്റെ കുഞ്ഞനീത്തിനെ കുറിച്ച് അനാവശ്യം പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് മാസം വെളിവിന് തൊട്ട് ഞാൻ പറയണം. നീ അപ്പോഴെങ്കിലും കണ്ടില്ലേ? ഞാൻ അവളെ കണ്ടിട്ട് എത്ര വർഷമായി അല്ലെ? 9 വർഷം. 9 വർഷം കൂടി എന്റെ കുഞ്ഞനീത്തിനെ കണ്ടേ. സംഭവിച്ചോ ഇവിടെ അമ്മ ഫോണിക്കൂടെ വിളിച്ചല്ലേ വീട്ടിലോട്ട്, എന്നിട്ട് വന്നവിടെ അവള് വരും. വരണം. വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവളുടെ അപ്പനും പറഞ്ഞിട്ടുണ്ട് ജോസങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധയ്ക്ക് വീഡിയോയിൽ വരെ വന്നു താങ്കൾ വീട്ടിൽ വരേണ്ടതാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ ഞങ്ങളുടെ ഫുഡ് വന്നേക്കും. 3 ഫ്രൈഡ് റൈസും 2 ചില്ലി ചിക്കനും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളിതാ 2 ബട്ടർ നാനും 4 മിൻറ്റ് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ച് ഇറങ്ങി. അമ്മയുടെ ഫ്രണ്ടാണ് അമ്മ ഇത്. ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് അതിന് ഭയങ്കര സങ്കടമാണല്ലോ. കണ്ടോ, അതിന് സങ്കടമായി. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിറങ്ങി. ഇപ്പം സമയം 3 മണി 3:50 4 മണി അടുത്താവാറായിട്ടോ. അല്ല ഇടയിലു സമയം താമസിച്ചാണ് ഫുഡ് കിട്ടിയത്. നല്ല ഡിലേ ആയിരുന്നു, നല്ല തിരക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇനി അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി ബാക്കി ഷോപ്പിങ്ങിനായിട്ട് പോവാം കേട്ടോ. ബാക്കി ഓൺ ദ വേ കാണിച്ചു തരാം. ഇനി ബാക്കി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? ബാക്കി ഇനി എന്നാ പരിപാടി? ആ പോവല്ലേ? നിങ്ങൾ ഈ ഡ്രസ്സ് കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാണ്. ഈ ഡ്രസ്സ് വെച്ച് നിങ്ങളൊന്നും വിചാരിക്കരുത്, വേറെ കിട്ടിയത് എടുത്തിട്ട് പോകുന്നതാ അല്ലേ അമ്മേ? എടുത്തിട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രോഡ്വേയിലേക്ക് കയറി കേട്ടോ. ഞങ്ങൾ വീണ്ടും ബ്രോഡ്വേയിലേക്ക്, അതെ, ബാക്ക് ടു ദ പൊസിഷൻ. ഞങ്ങൾ വീണ്ടും ബ്രോഡ്വേയിലെത്തി. ഞങ്ങൾ 3 എണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് എറണാകുളത്തോട്ടോ. നല്ല ചൂടും നല്ല വെയിലും നല്ല തിരക്കുമുണ്ട്. അപ്പം ഞങ്ങൾ ബാക്കി കുറച്ച് കഴിയുമ്പോൾ ഡെസ്റ്റിനേഷനൊക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അമ്മേ എങ്ങോട്ടാ പോണേ? ഈ കട നമുക്ക് എത്ര നാളായിട്ട് അറിയാം? വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. പപ്പയ്ക്ക് പണ്ട് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുക്കാറ്. പപ്പ 2000 അപ്പോൾ ഇതാട്ടോ കടയുടെ ഉൾവശം. ഞങ്ങൾക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നറിയാം. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾ പഴക്കമുള്ള കടയായതുകൊണ്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. മാക്സിമം ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പിപ്പോകട്ടോ. ഇത് കിട്ടിയോ? ഇങ്ങോട്ട് നോക്ക്. എന്തായി, അവിടെ നിന്ന് കിട്ടിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പിപ്പോകട്ടോ. നിങ്ങൾ കാണുന്നത് ഞങ്ങളൊരു കടയിൽ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനം കൂടി മേടിച്ചു. നമ്മൾ വീണ്ടും കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനമൊക്കെ മേടിച്ച് കാണിച്ചു കൊടുത്തല്ലോ. കവറിൻ്റെ ഈ കാണുന്ന കവർ, കുഞ്ഞി കവറൊക്കെ മേടിച്ച് ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിലേക്ക് കയറിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഞങ്ങളിത് ഇതൊരു ലേസയുടെ മാത്രമാണ്. നമ്മളൊരു സെറ്റ് ഷോപ്പിങ്ങും കൂടി കഴിഞ്ഞതേ. കയ്യിലിരിക്കുന്ന ലഗേജ് ഉണ്ടല്ലോ. ഇനി ബാക്കി ഇനി എന്തിട്ടമ്മേ? ഇനി എന്തിട്ട പരിപാടിന്ന്? അത് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ബ്രോഡ്വേയുടെ അറ്റം വരെ എത്തിയിട്ടാ. ഫുൾ ഷോപ്പിങ് കഴിഞ്ഞില്ല അമ്മേ? ഫുൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞില്ലേന്ന്? എങ്ങനെയുണ്ടല്ലോ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ? അവള് മൊത്തം അതെ അല്ലി മടുത്ത് ക്ഷീണായി, ഭയങ്കര ക്ഷീണായി. കൊച്ചിന് ഉറക്കമൊക്കെ വന്ന് തൂങ്ങി വീഴുക കേട്ടോ അവള്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളുടെ അക്കത്തിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അവളുടെ ഒക്കെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊക്കെ മേടിച്ചതേ ബ്രോഡ്വേയുടെ വെളിയിലെത്തി. അപ്പം അത്രയൊക്കെ ഉള്ളൂ.
പിന്നെ ഈ ചേച്ചീനെ ഒന്ന് വീട്ടിൽ കൊണ്ട് ചാടിക്കണം അല്ലേ അല്ലയോ? വീട്ടിൽ കൊണ്ട് ചാടിക്കുന്നു. ഞങ്ങൾ നേരെ കോട്ടയം പോണു. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളു വീഡിയോ. അപ്പം ഇനി ബാക്കി പിന്നെ കാണാം അല്ലേ? അപ്പം